ഷിബിലയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം യാസിർ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച ഈ പമ്പാണിത്. എസ്റ്റേറ്റ് മുക്കിലെ പമ്പ്. അതായത് കോഴിക്കോട് നിന്ന് താമരശ്ശേരി കൊയിലാണ്ടി ഈ റൂട്ടിലുള്ള സ്റ്റേറ്റ് ഹൈവേയിലുള്ള ഈ എസ്റ്റേറ്റ് മുക്കിലെ ഈ പമ്പിൽ നിന്നാണ് യാസിർ പെട്രോൾ അടിച്ചത്. 2000 രൂപയ്ക്ക് ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചു. അതിനുശേഷം പണം നൽകാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. ഇവിടുന്ന് പെട്രോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പോലീസ് കൃത്യമായ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് മാധ്യമപ്രവർത്തകർക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ ഇത് സംബന്ധിച്ച ഒരു വിവരങ്ങൾ കൈമാറരുത് എന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ നിന്നാണ് യാസിർ തൻ്റെ മാരുതി 800-ൽ ഈങ്ങാപ്പുഴയിൽ നിന്നെത്തി പെട്രോൾ അടിച്ചതിന് ശേഷം കടന്നു കളഞ്ഞത്. നമുക്ക് യാസിർ വന്ന വഴി ഒന്ന് പരിശോധിക്കാം. ഈങ്ങാപ്പുഴയിൽ നിന്ന് താമരശ്ശേരി ചുങ്കം വരുന്ന വഴിയാണ് നമ്മൾ നേരെ ഈ വലതുഭാഗത്ത് എൻ്റെ ഈ വലതുഭാഗത്തായിട്ട് കാണുന്നത്. ഇവിടെ നിന്ന് 100 മീറ്റർ നേരെ പോയാൽ എസ്റ്റേറ്റ് മുക്കിൻ്റെ ജംഗ്ഷനാണ്. അവിടുന്ന് ഇടത്തോട്ടേക്കുള്ളത് തലയാടേക്കുള്ള വഴിയാണ്. ആ തലയാട് കക്കയം ആ റൂട്ടിലാണ് ഇവിടുന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം യാസിർ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത് ഈ തലയാട് മേഖല കേന്ദ്രീകരിച്ചാണ്. തലയാടിൽ നിന്ന് കക്കയത്തേക്ക് പോകുന്ന വഴി ഒരുപാട് ഊടുവഴികളുണ്ട്. ആ ഊടുവഴികളിൽ ഏതെങ്കിലും വഴിയിൽ അവൻ ബാലുശ്ശേരി എത്തിയിരിക്കാം എന്നുള്ള ഒരു സൂചന പ്രകാരം ബാലുശ്ശേരി കേന്ദ്രീകരിച്ചും അവിടെ നിന്ന് അടിവാരം മേഖലയിലേക്കും ഒരുപാട് ഊടുവഴികളുണ്ട്. അതുകൊണ്ട് അടിവാര മേഖലയിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. നമ്മളെന്തായാലും നേരത്തെ തന്നെ താമരശ്ശേരി CIA ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ വിവരമനുസരിച്ച് ഈ 3 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. നിങ്ങളിവിടെ അടുത്തുള്ള ആളുകളാണോ? അല്ല ബ്രോ, അടുത്തുള്ള ആളുകളാണോ? ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നോ? ഇങ്ങനൊരു അപകടത്തെക്കുറിച്ച്, യാസിറിനെ കുറിച്ച്? ഇല്ല, അതിങ്ങനെ വാർത്തയിൽ എല്ലാവരും കണ്ട പോലെ കണ്ടിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നാൽ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. ഇവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. ഇവർക്ക് പെട്രോൾ പമ്പിൽ നിന്നാണ് ആശംസ ചെയ്തത്. തുടരാം ആശംസ്. യാസിർ എത്തിയ പെട്രോൾ പമ്പിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച ഇയാൾ പണം കൊടുക്കാതെ മുങ്ങുകയായിരുന്നു. ഇയാൾക്ക് ഈ പെട്രോൾ പമ്പിൽ നിന്ന് ലഭിച്ച ഈ ഒരു CCTV ദൃശ്യങ്ങൾ എന്തായാലും അന്വേഷണ സംഘത്തിന് ഏറെ നിർണായകമാണ്. യാസിറിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്.